ഈ തെറ്റുകാർക്ക് നബിയെ സ്വപ്നം കാണാൻ കഴിയുമോ? ഇമാം നവവി തങ്ങളോട് ഒരാൾ ചോദിക്കുന്നുണ്ട്. മഹാനവറുകൾ മറുപടി പറഞ്ഞു, തെറ്റ് ചെയ്യുന്നവർക്കും പ്രവാചകരെ സ്വപ്നം കാണാം. ഒരിക്കൽ ഒരാൾ തൻ്റെ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് പ്രവാചകരെ സ്വപ്നം കാണണം, അതിനൊരു മരുന്ന് പറഞ്ഞു തരണം. ഉസ്താദ് അദ്ദേഹത്തോട് പറഞ്ഞു, നീ നാളെ എൻ്റെ വീട്ടിലേക്ക് സൽക്കാരത്തിന് വരിക. രാത്രിയാകുമ്പോൾ നിനക്കുള്ള സദ്യ ഞാൻ വീട്ടിൽ ഒരുക്കുന്നുണ്ട്. അയാൾ അധികമൊന്നും ചോദിക്കാൻ നിന്നില്ല. പിറ്റേന്ന് രാവിലെ തന്നെ ഉസ്താദിൻ്റെ വീട് ലക്ഷ്യമാക്കിയിട്ട് പുറപ്പെട്ടു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഉസ്താദിൻ്റെ വീട്ടിൽ ചെന്നണഞ്ഞു. ഉസ്താദ് അദ്ദേഹത്തെ വല്ലാതെ സ്വീകരിച്ചു, വീട്ടിൽ കയറ്റിയിരുത്തി. രാത്രി സമയമായപ്പോൾ ഉസ്താദ് തൻ്റെ ശിഷ്യനുള്ള സമൃദ്ധമായ സദ്യയുമായിട്ട് മുന്നിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. അദ്ദേഹം വളരെ ആർത്തിയോടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹത്തിന് ആ ഭക്ഷണം അത്ര പറ്റിയില്ല. കാരണം എല്ലാത്തിലും ഒരുപാട് ഉപ്പ് കൂടുതലാണ്. പക്ഷെ ഉസ്താദിനോട് ഉപ്പ് കൂടുതലാണെന്ന പരാതി പറയാൻ അദ്ദേഹത്തിനൊട്ട് തോന്നിയതുമില്ല. അദ്ദേഹം നിർവാഹമില്ലാതെ ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിച്ചു തുടങ്ങി. അദ്ദേഹം ഇടയ്ക്കൊന്ന് ഉസ്താദിനോട് വെള്ളം ചോദിക്കാമെന്ന് കരുതി. പക്ഷേ അതപകേടാകുമോ എന്ന് തോന്നിയിട്ട് അദ്ദേഹം ചോദിച്ചതുമില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിയായ ദാഹം അനുഭവപ്പെടുന്നുണ്ട്. നിർവാഹമില്ലാതെ വന്നപ്പോൾ അദ്ദേഹം ഉസ്താദിനോട് എനിക്ക് കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിച്ചു. ഉസ്താദ് തൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥിയോട് മാന്യമായിട്ട് പറഞ്ഞു, മോനെ, വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച വെള്ളമെല്ലാം തീർന്നു പോയിട്ടുണ്ട്, നീ ഇന്ന് ഉറങ്ങിക്കോളൂ, നമുക്ക് നാളെ എന്തെങ്കിലുമൊക്കെ പരിഹാരം കാണാമെന്ന്. അദ്ദേഹത്തിന് വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. കഠിനമായ ദാഹം സഹിച്ചുകൊണ്ട് അവിടെ കിടന്നുറങ്ങിപ്പോയി. അങ്ങനെ നേരം വെളുത്തപ്പോൾ അദ്ദേഹം ഉസ്താദിനോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇന്നലെ നിങ്ങളോട് ചോദിച്ചിരുന്നത് പ്രവാചകരെ സ്വപ്നം കാണാനുള്ള ഒരു മരുന്നായിരുന്നു. പക്ഷേ അതവിടുന്ന് ഒന്നും പറഞ്ഞു തന്നില്ല. എന്നെ സദ്യക്ക് വിളിച്ചു എന്നല്ലാതെ മറ്റൊന്നും നിങ്ങൾ എന്നോട് സംസാരിച്ചില്ല. ഉസ്താദ് അദ്ദേഹത്തെ അവിടെ ഇരുത്തിയിട്ട് ചോദിച്ചു, ഇന്നലെ നീ കണ്ട സ്വപ്നം എന്തായിരുന്നു മോനെ? അദ്ദേഹം പറഞ്ഞു, ഇന്നലെ ഞാൻ ഒരുപാട് മഴ പെയ്യുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ടു. അതുപോലെ ഒരു കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് വല്ലാതെ ദാഹം അനുഭവപ്പെട്ട് ഞാൻ കടലിൽ എടുത്തു ചാടിയിട്ട് ഒരുപാട് വെള്ളം ദാഹം തീരുവോളം കുടിക്കുന്നതൊക്കെ ഞാൻ സ്വപ്നം കണ്ടു. ഉസ്താദ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഇതുപോലെ തന്നെയാണടാ സ്വപ്നങ്ങളൊക്കെ. നമ്മൾ എന്താണോ അതിയായി ആഗ്രഹിക്കുന്നത് അതായിരിക്കും നമ്മൾ സ്വപ്നം കാണുക. നീ ഇന്നലെ വെള്ളം കിട്ടാതെ ദാഹിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങിയിരുന്നത്. നിന്റെ മനസ്സിൽ മുഴുവനും വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നീ ഇന്നലെ കണ്ട സ്വപ്നത്തിൽ മുഴുവനും വെള്ളമായിരുന്നു. നിന്റെ മനസ്സിൽ എപ്പോഴാണോ ആ വെള്ളത്തോളം പ്രവാചകർ നിറയുന്നത്, അന്ന് രാത്രി നിന്റെ സ്വപ്നം പ്രവാചകരായിരിക്കുന്നു. ആ വിദ്യാർത്ഥിക്ക് കാര്യം മനസ്സിലായി. ഉസ്താദ് എന്നെ വലിയൊരു പാഠം പഠിപ്പിക്കുകയായിരുന്നു ഈ ഒരു രാത്രിയിലെ സൽക്കാരത്തിലൂടെയെന്ന്. ഒരിക്കൽ ലൈല മജ്നൂന് പള്ളിയുടെ വരാന്തയിലൂടെ അങ്ങനെ ഓടുന്നുണ്ട്. പള്ളിയിൽ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആളുകളൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ചു, ഇയാളെന്ത് മനുഷ്യനാണെന്ന്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ആളുകളൊക്കെ പള്ളിയുടെ പുറത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. ഒരാൾ കുറച്ച് ഗൗരവത്തോടെ ലൈല മജ്നൂനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ, നീ എന്ത് ഭ്രാന്തനാണ്? ഈ പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോഴാണോ നീ ഇതിലൂടെ ഇങ്ങനെ ഓടിക്കളിക്കുന്നതെന്ന്? മജ്നൂന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പള്ളിയിൽ നിസ്കാരം നടക്കുകയായിരുന്നു, ഞാനത് കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ ലൈലയുടെ വീട്ടിലേക്ക് വന്ന ഒരു പട്ടിയെ കണ്ടപ്പോൾ ആ പട്ടിയുടെ പിറകെ ഓടി അതിന് ചുംബനം നൽകുകയായിരുന്നു. കൂടെ മജ്നൂൻ ഒന്നുകൂടെ കൂട്ടിച്ചേർത്തു, ഇനി നിങ്ങൾ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ എൻ്റെ ലൈലക്ക് കൊടുക്കുന്ന സ്നേഹം പോലും നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് കൊടുക്കുന്നില്ലല്ലോ എന്ന്. നിങ്ങളൊക്കെ നിസ്കരിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ, പക്ഷേ നിങ്ങളുടെ ചിന്ത മുഴുവനും പുറത്ത് പട്ടിയുടെ പിറകെ പോകുന്ന മജ്നൂനും അതുപോലെ മറ്റെന്തൊക്കെയോ വാഹനങ്ങളുടെ ശബ്ദങ്ങളൊക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനി നിസ്കരിക്കേണ്ട ആവശ്യമില്ല എന്ന് മജ്നൂന് പരിഹാസത്തോടെ പറയുന്നുണ്ട്. നമ്മൾ പുറത്ത് പ്രവാചക സ്നേഹമുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്നതിലപ്പുറം അകത്ത് നമ്മുടെ ചിന്തകൾ മറ്റു പലതുമാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ സ്വപ്നങ്ങളിലേക്ക്, നമ്മുടെയൊക്കെ രാത്രികളിലെ ഉറക്കങ്ങളിലേക്കൊന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരാത്തത് എന്ന് മനസ്സിലാക്കി. എത്രയോ ആളുകൾ അവിടുത്തെ സ്വപ്നത്തിൽ കണ്ട് നന്നായവരുണ്ട്. എത്രയോ ആളുകൾ നന്നായതിന് ശേഷം പ്രവാചകരെ സ്വപ്നത്തിൽ കണ്ടവരുണ്ട്. ഏതായിരുന്നാലും ഇനിയുള്ള കുറഞ്ഞ കാല ജീവിതത്തിൽ പ്രവാചകരെ ഒരിക്കലെങ്കിലും കാണാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം വെച്ച് അതിനുവേണ്ടി പണിയെടുക്കാൻ ശ്രമിക്കുക.